ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ ഒക്കെ കൂടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം ഓയിലൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി കേട്ടോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് കേട്ടോ, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അധികം എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഒരു 3 ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, രണ്ടും കൂടി 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഉള്ളി ഒക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 2 കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ളൊരു ഗ്രേറ്റർ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു സൈസിലുള്ള ഇതിൽ വെച്ചിട്ടാട്ടോ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് 1 ടീസ്പൂണോളം മുളക് പൊടി കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അധികം എരിവ് ഉണ്ടാവില്ല, അത്യാവശ്യം കളറും ഉണ്ടാവും. അതുപോലെ തന്നെ 1 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂണോളം തക്കാളി സോസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു മസാലയ്ക്ക്. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നവരെ. ഇപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്നിങ്ങനെ ചൂടാക്കി എടുത്താൽ പിന്നെ അതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതാ 1 പിടിയോളം മല്ലിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 8 സ്ലൈസ് ബ്രെഡ് ആട്ടോ വേണ്ടത്. ഒരു മീഡിയം സൈസിലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സൈസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ബ്രെഡ് പീസാട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് പരത്തി കൊടുക്കുക കേട്ടോ. ഒന്നും കൂടെ ഒന്ന് വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്നങ്ങ് പരത്തി കൊടുത്താൽ മതിയേ. അതൊന്ന് പരത്തി കൊടുത്താൽ ഞാൻ ഇതുപോലെയുള്ള ഒരു റൗണ്ട് കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പീസ് ബാക്കി വന്നിട്ടുണ്ടല്ലോ അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കണം. അത് നമുക്ക് ഇതിലേക്ക് തന്നെ ആവശ്യമായിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളൊക്കെ ഫില്ലിങ്സ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ടൊക്കെ വയ്ക്കാം. കുറച്ചും കൂടി സൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഒക്കെ കൊള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മൈദയാണ് കേട്ടോ വേണ്ടത്, മൈദയുടെ മിക്സ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ 2 ടീസ്പൂണോളം മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ കുറച്ച് അത് ആവശ്യമായിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് അങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താലും മതിയേ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താലും മതി കേട്ടോ എല്ലാ സൈഡിലും. ഇനി അതിൻ്റെ മുകളിലോട്ട് ആ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ നമ്മൾ ആ സൈഡിലൊക്കെ ഒന്ന് മൈദ വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് തമ്മിൽ പരസ്പരം അങ്ങ് ഒട്ടിക്കോളൂ കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ലേ.
അപ്പോൾ ഇത് ആ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് ഞാനൊരു 6 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു സെല്ലോട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ പൊടി ഇതുണ്ടായിരുന്നു സ്ലൈസുകൾ, അത് ഞാൻ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കമ്മിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എക്സ്ട്രാ ഒരു ബ്രെഡ് പീസും കൂടി ഇട്ടിട്ട് ഒന്നിച്ച് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതന്നെ ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ടോ, കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിടിയോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഒരു ബൗളിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഒന്നിങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങ് മുക്കിയിട്ട് എടുക്കുക കേട്ടോ. വല്ലാണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് ഡിപ്പ് ചെയ്തെടുക്കാൻ പാടില്ല. ഒന്നിങ്ങനെ മുക്കിയെടുത്താൽ മതി, ഒന്ന് നനയാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രെഡ് പൊടിയിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ ആ വെള്ളത്തിൽ മുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിലെല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കോട്ട് ചെയ്ത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. കുറഞ്ഞ അളവിൽ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഡീപ് ഫ്രൈ ആക്കിയിട്ടൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് ചൂടായിട്ട് വന്നാൽ നമുക്ക് ഓരോ ബ്രെഡ് പീസായിട്ട് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം ഇതുപോലെ. ഇനി താഴ്ഭാഗം ഒന്ന് സെറ്റായിട്ട് വന്നാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ച് ഒന്നിങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ അതാ താഴ്ഭാഗം ഏകദേശം ഒന്നിങ്ങനെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഇതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുകയാണേ. ഇനി ബാക്കി മറ്റേത് അതേപോലെ തന്നെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് ഡാർക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി. ഇത് അധികം കുക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ, ബ്രെഡല്ലേ. ഇനി ആ ഭാഗം കൂടി ഒന്ന് ആയി വന്നാൽ നമുക്ക് ഇതിൽ നിന്ന് ഇതുപോലെ അങ്ങ് കോരിയെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഇപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇനിയിപ്പോൾ മുട്ടയ്ക്ക് പകരം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചിക്കനോ ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. ചിക്കനും ബീഫൊക്കെ വെച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അധികം ഓയിലൊന്നും ഇല്ലാത്ത നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ഈവനിങ്ങിൽ ചായയൊക്കെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൊണ്ട് തന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.